യുവ സാന്നിധ്യം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ 3 സീറ്റുകളാണ്. അതിൽ തന്നെ യൂത്ത് ലീഗിൻ്റെ മാത്രം കെയർ ഓഫിൽ കിട്ടിയത് എനിക്ക് തോന്നുന്നു 2 പേർക്കാണ്. ഒന്ന് നജീബ് കാന്തപുരത്തിനും PK ഫിറോസിനും. ഇത്തവണ കുറച്ചധികം സീറ്റുകൾ കൂടി കൊടുത്ത് ഒരു എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിലപാടുണ്ടായിരിക്കും. പരിശോധിക്കുന്നുണ്ട് പാർട്ടി. ഞാൻ പറഞ്ഞല്ലോ, പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം കൊടുക്കണം എന്ന് പാർട്ടിക്കകത്ത് ചിന്തയുണ്ട്. തീർച്ചയായിട്ടും പാർട്ടിയുടെ ഉള്ളിലെ കാര്യമാണ്. പക്ഷെ ഞങ്ങൾ പുറത്ത് നോക്കുമ്പോൾ യുവനിര കുറച്ചധികം ഇങ്ങനെ പുര നിറഞ്ഞു നിൽക്കുകയെന്ന് പറഞ്ഞ പോലെ പാർട്ടിക്കുള്ളിലുണ്ട്. ഇപ്പോൾ ഫൈസൽ ബാബു, മുജീബ് കാടേരി, TP അഷ്റഫ് അലി, PK നവാസ്, PK ഫിറോസ്, എണ്ണം പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ പേരുകൾ ഒരുപാട് പറയാൻ തോന്നുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പേരുകൾ വരുമ്പോൾ ഇതിൽ ആർക്കൊക്കെ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ എണ്ണം കൃത്യമായി 3-ൽ നിജപ്പെടുത്തില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുമോ? അല്ല, അതിലേക്ക് ചർച്ച പോയിട്ടില്ലല്ലോ. തീരുമാനം എടുക്കാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കഴിയും. ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ കുറച്ചധികം സീറ്റുകൾ ഇപ്പോൾ കഴിഞ്ഞ തവണ കൊടുത്ത് പോരാ, കുറച്ചധികം സീറ്റ് കൊടുക്കണം തോന്നുന്നില്ലേ? തീർച്ചയായും യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം. എല്ലാ പാർട്ടികളും അങ്ങനെയാണ്, കോൺഗ്രസും അങ്ങനെ തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. യുവജനങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം ഇത്തവണ ഉണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. മലപ്പുറം ജില്ലയിൽ ഇപ്പോൾ ഒരു 100-ൽ 100 സീറ്റുകൾ കിട്ടുക, 100% സീറ്റുകൾ കിട്ടുക എന്ന് പറയുമ്പോൾ തവനൂർ, താനൂർ സീറ്റുകളാണ് പ്രധാനമായും നഷ്ടപ്പെട്ട സീറ്റുകൾ. നിലമ്പൂർ ഇപ്പോൾ PV അൻവർ തിരിച്ചു വന്നതോട് കിട്ടി. ഈ പൊന്നാനി, ഈ തവനൂരും താനൂർ, ഈ പൊന്നാനി, ഇതിൽ എന്ത് നീക്കുപോക്കാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്? കാരണം 100% സീറ്റ് പ്രതീക്ഷിക്കുകയാണെങ്കിൽ താനൂർ പിടിച്ചെടുക്കേണ്ട സ്ഥലമാണ്. അബ്ദുറഹിമാനെ പോലെ ഒരാൾ കോൺഗ്രസിൻ്റെ സഹായത്തോടു കൂടി ജയിക്കുന്നു എന്നാണ് അവിടെ അടക്കം പറച്ചിലുള്ളത്. തവനൂരും സമാനമായി ലീഗുകാരാണ് ജലീലിനെ ജയിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗ് വോട്ട് പൂർണ്ണമായും കിട്ടണം തവനൂരിൽ, ലീഗ് അവിടെ UDF ജയിക്കണമെങ്കിൽ. താനൂരിലാണെങ്കിൽ കോൺഗ്രസ് വോട്ടുകൾ പൂർണ്ണമായി കിട്ടണം എന്ന് പറഞ്ഞാൽ മുന്നണിക്കകത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കണം എന്നുള്ളതാണ്. തീർച്ചയായും മുന്നണി ഓരോരോ ചിന്തിക്കേണ്ടതാണ്. ലീഗായിരുന്നാലും കോൺഗ്രസ് ആയിരുന്നാലും ഒക്കെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വെച്ച് ഈ 3 മണ്ഡലങ്ങളിലും UDF ആണ് മുന്നിൽ. പക്ഷേ നിർമ്മരുതൂരും പൊന്മണ്ടും ഒക്കെ 2 പഞ്ചായത്തല്ലല്ലോ, അല്ലെങ്കിൽ 1 പഞ്ചായത്തല്ലല്ലോ ഒരു മണ്ഡലം. അപ്പോൾ മറ്റു മണ്ഡലങ്ങൾ, മറ്റു പഞ്ചായത്തുകളുടെ ഭൂരിപക്ഷം കൂട്ടുമ്പോൾ ഞങ്ങൾ മുന്നിലാണ് 3 നിലക്കും. അപ്പോൾ ആ വോട്ടുകൾ നിലനിർത്തുക, കൂടുതൽ വോട്ട് ഉണ്ടാക്കുക. അതിന് പാർട്ടിക്കുള്ളിലെ അല്ലെങ്കിൽ പാർട്ടികൾ തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിക്കാൻ ഉതകുന്ന തീരുമാനം മുന്നണി എടുക്കും. ഈ തവനൂരിൽ പറഞ്ഞ പോലെ ലീഗ് സ്ഥാനാർത്ഥിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായി പെർഫോം ചെയ്യാൻ പറ്റും തോന്നുന്നു. കാരണം KT ജലീൽ ജയിച്ചു വരുന്നതൊക്കെ ലീഗിൻ്റെ വോട്ട് കൊണ്ടാണെന്നാണ് അവിടെ തവനൂരിലൊരു ചർച്ചയുള്ളത്. ഇല്ല, മുസ്ലിം ലീഗുകാർ ജലീലിന് വോട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ട വോട്ടുകൾ, അല്ല മുസ്ലിം ലീഗുകാർ അങ്ങനെ ലീഗുകാരായിരിക്കില്ല, ലീഗിന് കിട്ടേണ്ട ചില വോട്ടുകളുണ്ടല്ലോ, അത് ജലീൽ അടർത്തിയെടുത്താണ് ജലീൽ ജയിച്ചു വരുന്നത് എന്നുള്ളതാണ്. ഉണ്ടാകാം, പക്ഷെ മുസ്ലിം ലീഗുകാരുടെ വോട്ട് ഉണ്ടാവില്ല. ഏതായിരുന്നാലും അത് പൂർണ്ണമായും UDF തന്നെ കിട്ടുന്ന, താനൂരാണെങ്കിലും ഒക്കെ UDF കിട്ടേണ്ടുന്ന വോട്ടുകൾ UDF തന്നെ കിട്ടാൻ എന്ത് ചെയ്യണം എന്നതുകൂടി UDF പരിശോധിക്കും. താനൂരിൽ അങ്ങനെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവും ഉറപ്പായിട്ടും. എങ്ങനെയാണ് താനൂർ സ്ട്രാറ്റജി എന്ന് പറയുന്നത്? താനൂരിൽ സ്വാഭാവികമായിട്ടൊരു കോൺഗ്രസ് നേതാവായിട്ടുള്ള, മുൻ കോൺഗ്രസ്സുകാരനായിട്ടുള്ള അബ്ദുറഹിമാനായിരിക്കും അവിടെ മന്ത്രിയാണ്, അദ്ദേഹം തന്നെ ആയിരിക്കുന്നു. കോൺഗ്രസ് വോട്ടുകൾ കൂടി കിട്ടത്തക്ക രീതിയിലൊരു മാറ്റമായിരിക്കും അവിടെ പ്രതീക്ഷിക്കേണ്ടത്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മുൻ നേതാവാണോ പഴയ നേതാക്കന്മാരാണോ നോക്കിയിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്യാറില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ EMSനെ കോൺഗ്രസ്സുകാരല്ലേ ജയിപ്പിക്കേണ്ടത്? പഴയ കോൺഗ്രസ്സുകാരനാണ്. AKGയെ ജയിപ്പിക്കേണ്ട കോൺഗ്രസ്സുകാരല്ലേ? അതൊന്നും അവർ ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെയൊന്നും ചെയ്യാറില്ല. പക്ഷേ അവിടെ ഉണ്ടാകുന്ന വ്യക്തിപരമായ കുറേ വോട്ടുകൾ സംഭരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അത് ഇത്തവണ ഇല്ലാതിരിക്കാൻ, അദ്ദേഹമാണ് അവിടെ സ്ഥാനാർത്ഥിയെങ്കിൽ അതില്ലാതിരിക്കാനുള്ള ശ്രമം UDF ഒറ്റക്കെട്ടായി ചെയ്യും. ഈ മലപ്പുറം ജില്ലയിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ സീറ്റ് വളരെ ഉറച്ച സീറ്റാണ്, വേങ്ങര. പക്ഷേ ഇപ്പോൾ കേൾക്കുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് മലപ്പുറത്തേക്ക് കുറച്ചുകൂടി സുരക്ഷിത മണ്ഡലത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത്തരം ചർച്ചകളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അല്ല, അദ്ദേഹം മാറില്ല എന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. പാർട്ടിയിൽ ആ ചർച്ചകൾ നടന്നിട്ടുമില്ല. പക്ഷെ മാറുകയാണെങ്കിൽ തന്നെ അത് സുരക്ഷിതത്വം പേടിച്ചിട്ടൊന്നുമില്ല. 40,000-45,000 വോട്ടിന് ജയിക്കുന്ന ഒരു മണ്ഡലത്തിൽ സുരക്ഷിതത്വത്തിന് കുറവൊന്നുമില്ല. പക്ഷെ ഒരു ജില്ലയുടെ ക്യാപിറ്റലിൽ MLA ആയി വരുന്നത് പലതുകൊണ്ടും അദ്ദേഹത്തിന് കൂടുതൽ ഗുണകരമാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ വീടും മറ്റ് സംവിധാനങ്ങളൊക്കെ 2 മണ്ഡലത്തിൻ്റെയും ഏതാണ്ട് ബോർഡറിലാണ്. അപ്പം അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മാറണം തീരുമാനിച്ചിട്ടില്ല. ചാനലിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ ചാനലുകളിലാണ് ഞാനും കേൾക്കുന്നത്. എത്രത്തോളം ശരിയുണ്ട് ജനറൽ സെക്രട്ടറി കേൾക്കാതിരിക്കാൻ സാധ്യത കുറവാണ്. കേട്ടു, നിങ്ങളൊക്കെ പറയുന്നത് കേട്ടു.